അവസ്ഥകൾ കണ്ടില്ല എല്ലാരും. എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ പോയി. എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ ജീവനിരിക്കാൻ കഴിയൂല. കുട്ടികൾക്ക് വേണ്ടിയിട്ട് എനിക്ക് വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കണം. കേട്ട് കഴിഞ്ഞാൽ നെഞ്ഞു പൊട്ടുന്ന ഒരു ന്യൂസ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ ശ്രദ്ധിക്കുക, വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സഹായങ്ങളെല്ലാം ചെയ്യുക. ഞാൻ പറയാൻ പോകുന്നത് കോഴിക്കോട് ജില്ലയിൽ ഓമശ്ശേരി ഗ്രാമപഞ്ചായത്തിലുള്ള സുരേഷ് ബാബു എന്ന പേരുള്ള ഒരു മനുഷ്യൻ. അദ്ദേഹം ഇപ്പോൾ നമ്മളുടെ എല്ലാവരുടെയും കരുണയുടെ ബലത്തിലാണ് ഇപ്പൊ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, കരുണ പ്രതീക്ഷിച്ചാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സുരേഷ് ബാബുവിന്റെ ലിവർ മൊത്തത്തിൽ പ്രശ്നത്തിലായിട്ടുണ്ട്, മൊത്തത്തിൽ പോയിട്ടുണ്ട്. ലിവർ സിറോസിസ് എന്ന് പറഞ്ഞ ഒരു മാരക അസുഖം വന്നിട്ട് അദ്ദേഹത്തിന്റെ ലിവർ ഫങ്ഷനിങ് മൊത്തമായിട്ട് അവതാളത്തിലായിട്ട് ജീവിതം തന്നെ പ്രയാസപ്പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. മരണം മുന്നിൽ കണ്ട് നിൽക്കുന്ന ഇദ്ദേഹത്തിന് ഇനിയൊരു രക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 ലക്ഷത്തോളം വരുന്ന ഒരു ചികിത്സ മാത്രമാണ്. അപ്പം ആ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് നമ്മളുടെ മുന്നിൽ കൈനീട്ടുകയാണ്. അപ്പം എന്തായാലും ആ വേദനാജനകമായിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട് അദ്ദേഹത്തിന്റെ പ്രശ്നം എന്താണെന്നൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് തിരിച്ചു വരാം. അവസ്ഥകൾ കണ്ടില്ല എല്ലാരും. എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ പോയി. എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ ജീവനിരിക്കാൻ കഴിയൂല. കുട്ടികൾക്ക് വേണ്ടിയിട്ട് എനിക്ക് വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കണം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും, നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലമാണ്. ഗുരുതരമായിട്ടുള്ള കരൾ രോഗം പിടിപെട്ട കോഴിക്കോട് ജില്ലയിലെ ഓമശ്ശേരി പഞ്ചായത്തിലെ പെരുവല്ലി മുരക്കാട് വീട്ടിൽ താമസിക്കുന്ന സുരേഷ് ബാബു ചേട്ടനാണ് ഗുരുതരമായിട്ടുള്ള കരൾ രോഗം ബാധിച്ചുകൊണ്ട് ഇന്ന് അവസാന സ്റ്റേജിൽ നിൽക്കുന്നത്. മോൻ വളരെ ചെറുതായിപ്പോയി, അതിന് കുറച്ചുകൂടി ഒരു പ്രായം ഉണ്ടായി, കുഴപ്പമില്ല. ജീവിച്ചു കൊതി തീർന്നില്ല, മക്കളെ കണ്ടു കൊതി തീർന്നില്ല. ഒരു പ്രവാസിന്റെ സങ്കടം ഞങ്ങൾക്ക് അറിയില്ല. അച്ഛനേക്കാൾ ബോൾഡായിക്കണം. അച്ഛൻ പോയാലും നിങ്ങൾ ധൈര്യത്തോടെ ജീവിക്കണം, അത് മാത്രമേ ഉള്ളൂ ആവേശം. ജീവിക്കാനുള്ള എല്ലാ ആഗ്രഹങ്ങളും പോവുക, പ്രതീക്ഷകൾ നഷ്ടപ്പെടുക. എൻ്റെ മക്കള് ഓർത്തെങ്കിലും ആർക്കെങ്കിലും കഴിയെങ്കിൽ എന്നെ സഹായിക്കുക. ഒരാൾക്കെങ്കിലും എത്ര പൈസ എല്ലാവരും നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നത്. എനിക്ക് വേണ്ടി ഒരു നാണയത്തൊട്ടെങ്കിലും എറിഞ്ഞു തരും. ഇനി ഞാൻ നിങ്ങളെ മുമ്പിൽ കൈ നീട്ടി വരാനും തയ്യാറാ. എല്ലാരും എന്നെ സഹായിക്കണേ പ്ലീസ്. എനിക്ക് വേറെ മാർഗമില്ല, ജോലി ചെയ്യാനുള്ള ആരോഗ്യമില്ല, സമ്പാദ്യങ്ങളില്ല, വിൽക്കാൻ വീടില്ല, ഒന്നുമില്ല. എല്ലാരെയും കാല് പിടിച്ചാൽ അപേക്ഷിക്കുകയാണ്. ഇന്നലെ വിളിച്ചപ്പോ പറഞ്ഞു അമ്മേ സാറില്ല അമ്മേ, കുറച്ച് കഴിയുമ്പൊക്കെ ശരിയാവെന്ന് പറഞ്ഞതാ. മോൻ കാര്യമായിട്ട് പറഞ്ഞ നമ്മളെ മോൻ ചെറുതല്ല അമ്മേ, മോനൊന്നും അറിയില്ലല്ലോ. അച്ഛനെ സഹായിക്കണം, അച്ഛനെ ഓപ്പറേഷന് വേണ്ടിയിട്ടാ. നിങ്ങളുടെ മുമ്പിൽ ഞാൻ കാല് പിടിക്കുകയാണ്, നിങ്ങളുടെ മുമ്പിൽ അപേക്ഷിക്കുകയാണ് ഈ കുടുംബത്തിന് വേണ്ടി. അത്രമാത്രം സങ്കടമുള്ള എല്ലാ സങ്കടങ്ങളും ഉള്ളിൽ ഒതുക്കി നടക്കുന്ന പ്രിയപ്പെട്ട സുരേഷ് ബാബു ഏട്ടനാണ്. 20 കൊല്ലക്കാലം സൗദി അറേബ്യയിലെ ദമാമിൽ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറായി ജോലി ചെയ്ത് അവിടെ നിന്നുണ്ടായിട്ടുള്ള സമ്പാദ്യമാണ് പ്രിയപ്പെട്ടവരെ. ഷുഗർ കൂടി കാഴ്ച നഷ്ടപ്പെട്ട് എഡിറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ കാഴ്ച കുറഞ്ഞ സമയത്താണ്, ചെക്ക് ചെയ്യാൻ പോയ സമയത്താണ് കരൾ രോഗമാണെന്ന് മനസ്സിലാക്കി അദ്ദേഹം നാട്ടിലേക്ക് തിരിച്ചു വരികയും 2015 മുക്കത്ത് ചങ്സ് സ്റ്റുഡിയോ തുടങ്ങുകയും 2018 ആവുമ്പോഴേക്ക് ചങ്സ് കൂൾ ബാർ എന്ന് പറയുന്ന മുക്കം ബസ് സ്റ്റാൻഡിന്റെ പരിസരത്ത് ഒരു സ്ഥാപനം തുടങ്ങുകയും ചെയ്തു. കൊറോണ എല്ലാം കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ ഇദ്ദേഹത്തിന്റെ ഗുരുതരാവസ്ഥ കണ്ട് ഞാൻ അവിടെ പോയപ്പോ 38,000 രൂപ ബില്ല് വന്നപ്പോ എന്ത് ചെയ്യണമെന്ന് അറിയാതെ പേടിയോടെ കരഞ്ഞു. ഞാൻ ചേച്ചിയോട് ചോദിച്ചു എങ്ങനെ ബില്ലടിക്കുമെന്ന് പറഞ്ഞപ്പോ നാട്ടുകാരോട് പറഞ്ഞിട്ടുണ്ട്, നാട്ടിൽ അറിയിച്ചിട്ടുണ്ടെന്ന സങ്കടം മാത്രമേ ഉള്ളൂ. ഇനി വിൽക്കാൻ ഒന്നുമില്ല, ഉള്ള സ്വർണം പണയം വെച്ചു, വിറ്റു, വീട് പണയം വെച്ചു. ഇത്രയും കാലം ആത്മാഭിമാനം കൊണ്ട് രക്ഷപ്പെടും എന്നുള്ള രൂപത്തിൽ ഈ പ്രിയപ്പെട്ട സഹോദരൻ മുന്നോട്ട് പോയി.
ഇവിടെ വീട്ടിൽ വെച്ചാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. എന്റെ പ്രിയപ്പെട്ട പൊതുസമൂഹം മനസ്സിലാക്കേണ്ടത്, പണമില്ലാത്തതിന്റെ പേരിൽ ഹോസ്പിറ്റലിൽ പോവാൻ പേടിച്ചു നിൽക്കുന്ന, പകച്ചു നിൽക്കുന്ന, പേടിയോടെ ഹോസ്പിറ്റലിനെ കാണുന്ന ഒരു സഹോദരനാണ് പ്രിയപ്പെട്ടവരെ. മൈത്ര ഹോസ്പിറ്റലിൽ ഇപ്പൊ തന്നെ 1,48,000 രൂപ അടയ്ക്കാനുണ്ട്. പെട്ടെന്ന് ശ്വാസമുട്ടൽ വരുമ്പോ, ഇദ്ദേഹത്തിന്റെ വയറ് വീർത്ത് നീര് പൊങ്ങി വരുമ്പോ ആ നീര് കുത്തിയെടുക്കാനും അതോടൊപ്പം തന്നെ ശ്വാസതടസ്സം വരുമ്പോഴും ഓടിപ്പോകും. അതിനേക്കാൾ അപ്പുറം സങ്കടം എന്ന് പറയുന്നത് ഈ പ്രിയപ്പെട്ട സഹോദരന്റെ കരൾ രോഗത്തോടൊപ്പം തന്നെ കിഡ്നിയും തകരാറിലായിരിക്കുന്ന സങ്കടം നിറഞ്ഞ വാർത്തയും കൂടിയ പ്രിയപ്പെട്ടവരെ നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് അറിയാൻ സാധിച്ചത്. കേരള വ്യാപാര വ്യവസായി ഏകോപന സമിതി കേരളത്തിൽ 1000കണക്കിന് യൂണിറ്റുകളുള്ള വലിയൊരു പ്രസ്ഥാനമാണ്. നസറുദ്ദീൻ സാഹിബിന്റെ ഓർമ്മകൾ നിൽക്കുന്ന, നായകത്വം വഹിക്കുന്ന ആ പ്രിയപ്പെട്ട പ്രസ്ഥാനത്തിലെ പ്രിയപ്പെട്ടവരെ, നിങ്ങളോട്, നിങ്ങളുടെ സംഘടനയോട്, നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച, നിങ്ങളെ കൂടെ പ്രവർത്തിച്ച, 2019 വരെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഇപ്പോഴും നെഞ്ചോട് ചേർത്ത് പിടിച്ച് വെക്കുന്ന ഈ പ്രിയപ്പെട്ട സുരേഷ് ചേട്ടന്, പ്രിയപ്പെട്ട വ്യാപാരി സമൂഹമേ, ഏകോപന സമിതി അംഗങ്ങളെ, കച്ചവടക്കാരെ, കേരളത്തിലെ പ്രിയപ്പെട്ട കച്ചവട സ്ഥാപനങ്ങളെ, നിങ്ങൾ ഒരു 1000 രൂപയെങ്കിലും ഒരു യൂണിറ്റിൽ നിന്ന് നിങ്ങൾക്ക് പിരിക്കാൻ സാധിച്ചാൽ ഈ പ്രിയപ്പെട്ട സഹോദരനെ നമുക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കും. എല്ലാ കാര്യങ്ങളും, ക്യാമറ അടക്കം, സ്റ്റാൻഡ് അടക്കം, ഇതുമായി ബന്ധപ്പെട്ട എല്ലാ സാധനങ്ങളും വിറ്റും പണയം വെച്ചുമാണ് ഇതുവരെ ഈ പ്രിയപ്പെട്ട സഹോദരൻ ഒരാളെ മുമ്പിലും ഇത് കാണിക്കാതെ, കൈ നീട്ടാതെ ഇത്രയും കാലം ലോക സമൂഹമേ, നിങ്ങൾ സഹായിച്ചില്ലെങ്കിൽ സുരേഷ് ബാബു എന്ന് പറയുന്ന ആ പ്രിയപ്പെട്ടവന്റെ ജീവൻ അപകടത്തിലാണ്. ആ പ്രിയപ്പെട്ടവൻ മരണത്തിന് കീഴടങ്ങേണ്ടി വരും. പ്രിയപ്പെട്ടവരെ, ജാകാതെ, രാഷ്ട്രീയം നോക്കാതെ, പെരുവല്ലി ഞങ്ങൾ ചെറിയൊരു ഗ്രാമമാണ് കേട്ടോ. ഞങ്ങൾ പാവപ്പെട്ടവരാ, ഞങ്ങൾ സാധാരണക്കാരാണ്. അസ്സലാമു അലൈക്കും. ഞങ്ങൾ സുരേഷ് ഉണ്ണിന്നാ വിളിക്കല്. അത് എത്രയും വേഗം അസുഖം മാറ്റി കൊടുക്കണം റബ്ബേ. ഭർത്താവിൻ്റെ അനിയനാണ് സുരേഷ് ബാബു. അവന് 10 വർഷമായി കരൾ രോഗമായിട്ട്. ഇതുവരെ ഞങ്ങളോട് ആരോടും അവൻ ഈ അസുഖത്തെ പറ്റി പറഞ്ഞിട്ടില്ല. ഈ വീഡിയോക്കകത്ത് പറയുന്നുണ്ട്, ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് ഷമീർ, അഡ്വക്കേറ്റ് ഷമീർ ആണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്, നമ്മുടെ സുരേഷ് ബാബു ഗൾഫിലെ ഏതോ ഒരു രാജ്യത്ത് ഒരു ഫോട്ടോഗ്രാഫറായിട്ട് ജോലി ചെയ്യായിരുന്നു. ഫോട്ടോഗ്രാഫറായിട്ട് ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ വീഡിയോസും ഫോട്ടോസൊക്കെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് കണ്ണിന് കാഴ്ച കുറഞ്ഞു വരുന്നത് പോലെ തോന്നിയപ്പോഴാണ്, ടെസ്റ്റ് ചെയ്തപ്പോഴാണ് ലിവർ പ്രശ്നമാണെന്ന് പറഞ്ഞത്. ലിവർ ഇവര് അത്യാവശ്യം, ഞാൻ അറിഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഇവർ അത്യാവശ്യം നല്ല എന്താ പറയുക അഭിമാനമൊക്കെയുള്ള കുടുംബമായതുകൊണ്ട് തന്നെ തുടക്കത്തിലൊന്നും ഇവർ ആരെടുത്തും ഒന്നും അറിയിച്ചിട്ടില്ല. സ്വന്തമായിട്ട് ചികിത്സയും കാര്യങ്ങളെല്ലാം ചെയ്യായിരുന്നു. അങ്ങനെ ഓരോന്നായിട്ട് വിറ്റ് അവസാനം വേറെ നിവൃത്തിയില്ല എന്ന് എത്തിയ സിറ്റുവേഷൻ ആയപ്പോഴത്തേക്കും ഈ ഒരു രോഗം മൂർച്ഛിച്ച് അങ്ങേ അവസ്ഥയിലെത്തിയതും പോരാ, ഇനി തുടർന്നങ്ങോട്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ, ദിവസം നീട്ടിക്കിട്ടണം, ആയുസ് നീട്ടിക്കിട്ടണം എന്നുണ്ടെങ്കിൽ മറ്റുള്ള മനുഷ്യരുടെ, നമ്മളെപ്പോലുള്ള മനുഷ്യരുടെ സഹായം കാത്തു നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നിരിക്കണം. അപ്പോൾ ഈ ഒരു നാട്ടിൽ വന്നതിന് ശേഷം ഇവിടെ ഇതുപോലെ ഒരു ഫോട്ടോഗ്രാഫി ഷോപ്പൊക്കെ തുടങ്ങി. പക്ഷെ അതെല്ലാം പ്രശ്നത്തിലായി. കൊറോണ പ്രശ്നങ്ങളെല്ലാം വന്നു, അതെല്ലാം പൂട്ടേണ്ട അവസ്ഥ വരികയാണ്. അങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സുരേഷ് ബാബു മരണത്തിൻ്റെ വക്കിലാണെന്ന് പറയാം. ഞാനിത് പറയാനുള്ള റീസൺ, എന്നെ ഇത് എത്രത്തോളം ഇഫക്റ്റ് ചെയ്യാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ, ഈ സെയിം സിറ്റുവേഷൻ ഞങ്ങളെ കുടുംബം അനുഭവിച്ചതായിരുന്നു. എൻ്റെ വാപ്പാക്ക് ലിവർ സിറോസിസ് അസുഖം വന്നപ്പോൾ ഇതേപോലെ തന്നെ വയറിൽ ഒരുപാട് നീര് വരെ, അത് കുത്തിയെടുക്കാന്നൊക്കെ പറയുമ്പോൾ ആ ഒരു ഹോസ്പിറ്റൽ രംഗങ്ങളും ആ ഒരു അവസ്ഥകളൊന്നും ഒരു മനുഷ്യനും പടച്ചവനെ കൊടുക്കരുതെന്ന് ഞങ്ങളെ കുടുംബം മൊത്തം പ്രാർത്ഥിക്കാറുണ്ട്. കാരണം അത്രയ്ക്കും വേദനാജനകമായിട്ടുള്ള കാര്യം. ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് ജസ്റ്റ് അതൊരു വീഡിയോ മാത്രമായിരിക്കും, അതല്ലാതെ എന്നും കേൾക്കുന്ന ഒരു സങ്കട ന്യൂസിൻ്റെ പോലെ ന്യൂസ് ആയിരിക്കും. പക്ഷെ അങ്ങനെ നിങ്ങൾ കണ്ടിട്ട് ഇത് കൈ ഒഴിഞ്ഞ് കളയരുത്. നിങ്ങൾ സുരേഷ് ബാബുവിനെ സഹായിക്കണം. അപ്പോൾ അഡ്വക്കേറ്റ് ഷമീർ ചെയ്ത വീഡിയോക്ക് അധികം റീച്ച് വന്നിട്ടില്ല. ഈ വീഡിയോ റീച്ച് വന്ന് അതുപോലെ തന്നെ കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്ത് ആളുകൾ അതിന് റിയാക്ട് ചെയ്ത് തുടങ്ങുമ്പോഴാണ് അത് കൂടുതൽ ആളുകളിലേക്ക് പോവുകയും അതുപോലെ തന്നെ ഒരു കാശ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള സംഭവങ്ങളെല്ലാം ശരിയാവൊക്കെ ചെയ്യുള്ളൂ. അപ്പോൾ അതാണല്ലോ റീച്ച്. ഇപ്പോൾ ഏകദേശം 771 വ്യൂസൊക്കെ ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ വന്നിട്ടുള്ളൂ. അപ്പോൾ അത് എൻ്റെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ കുറച്ച് വ്യൂസെങ്കിലും അതിലേക്ക് വന്നു കഴിഞ്ഞാൽ, അത് കുറച്ച് ആളുകളിലേക്കെങ്കിലും എത്തിക്കഴിഞ്ഞാൽ, മനസ്സിന് അലിവുള്ള ആർക്കെങ്കിലും കാശ് അയക്കാൻ തോന്നിക്കഴിഞ്ഞാൽ, അതുമല്ല കുറച്ച് ഷെയറെങ്കിലും ആളുകൾ ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെയെങ്കിലും സുരേഷ് ബാബുവിന് ചെറിയ സഹായമാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ആൻഡ് ഞാൻ ഈ വീഡിയോ കാണാനിടയായത് എങ്ങനെയാണെന്ന് വെച്ചാൽ, എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് ഉണ്ടായിരുന്നു. ആ സ്റ്റുഡൻറ്റ് എനിക്ക് അയച്ചു തന്നതായിരുന്നു ഈ ലിങ്ക്. മാം പറ്റുവാണെങ്കിൽ ഈ ഒരു വീഡിയോ ചെയ്യണം, മാം സോഷ്യൽ മീഡിയയിലൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ ഇത് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ നോക്കുന്നത്.
കണ്ടപ്പോൾ എനിക്കത് ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല. കാരണം അത്രയും വിഷമകരമായിട്ടുള്ള ഒരു ന്യൂസാണ്, ഒരു വിഷ്വൽസാണ് ഞാൻ അതിനകത്ത് കണ്ടത്. അപ്പം എന്തായാലും എൻ്റെ സ്റ്റുഡൻറ്റ് പറയുന്നത് അതാവുമ്പോൾ എനിക്ക് ഒന്നും കൂടെ വിശ്വാസമാണ്. കാരണം നമ്മൾ പല ഫ്രോഡുകളും കാണാറുണ്ട്, പക്ഷെ ഇതൊരിക്കലും ഫ്രോഡല്ല എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ്. അതല്ലാതെ അതിനുള്ള ഒരു എവിഡൻസ് ആണ് എൻ്റെ സ്റ്റുഡൻറ്റിൻ്റെ വോയിസ്. അപ്പോൾ അതൊന്ന് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. അയാൾ ചെറുപ്പത്തിലേ 18-20 വയസ്സിന് മുന്നേ ഗൾഫിൽ പോയ ആളാണ്, പ്രവാസിയായ ആളാണ്. എന്ന് വെച്ചാൽ അയാൾക്ക് അത്രയും സാമ്പത്തിക സ്ഥിതി ഭയങ്കര മോശമുള്ള ആൾക്കാരായിരുന്നു അവർ. അങ്ങനെ അയാൾ പോയിട്ടാണ് അനിയന്മാരെയും കുടുംബത്തിനെയും പെങ്ങളെ കെട്ടിച്ചതും എല്ലാം അയാളാണ് ചെയ്തത്, കുടുംബത്തിന് മൊത്തം. അപ്പോൾ കുടുംബത്തിനാണേലും അയാളെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാമ്പത്തിക സ്ഥിതിയുമില്ല. അന്നന്ന് പണിയെടുത്ത് കഴിഞ്ഞുകൊണ്ട് ഒരു ചെറിയൊരു വീടും കാര്യങ്ങളായിട്ട് പിന്നെ അന്നന്നത്തെ കാര്യങ്ങൾ ഒരനിയന് ടാപ്പിങ്ങിന് റബ്ബർ വെട്ടുന്ന പണിയാണ്, ഒരനിയൻ ഓട്ടോയിൽ പോയാലാണ്. അങ്ങനെ അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ മാത്രമല്ല, പെങ്ങൾ വരെ പണിക്ക് പോകുന്നതാണ്, ഡെയിലി പണിക്ക് പോകുന്ന. അങ്ങനെ അന്നന്നത്തെ കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവേ കുടുംബത്തിനും ഉള്ളൂ. അങ്ങനെ ഇക്രയിൽ കിടക്കുമ്പോഴാണ് പിന്നെ മൂപ്പരെ ഫ്രണ്ട് ഷമീർ സാറിനെ കാണുന്നതും ഒരു വീഡിയോ ചെയ്തിട്ട് രക്ഷപ്പെടുത്താൻ പറ്റുകയാണെങ്കിൽ രക്ഷപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ട് കാണുന്നതും. ഡോക്ടർ ഇക്രന്ന് പറയുന്നത് വേറെ ഇനിയൊന്നും ചെയ്യാനില്ല, ഇനി സർജറി ചെയ്യാനേ ഉള്ളൂ, അതിനുള്ള പൈസ കണ്ടെത്താനുള്ള വഴി നോക്കാം. അങ്ങനെയാണ് ഷമീർ സാറിനെ കാണുന്നതും വീഡിയോ ചെയ്യുന്നതും. വീഡിയോ ചെയ്തു, ആദ്യം പോസ്റ്റ് ഇട്ട് കുറേ നാട്ടിലല്ലാത്ത പിരിവും കാര്യങ്ങളൊക്കെ. ഇത്രയും വലിയ തുകയായതുകൊണ്ട് നമ്മളെ നാടെന്ന് വെച്ചാൽ ചെറിയൊരു ഗ്രാമം, ഓമശ്ശേരിൻ്റെ ഉള്ളോട്ടുള്ള സ്ഥലമാണ്. ഈ ഓമശ്ശേരി ഭാഗത്തൊക്കെ നമ്മൾ പിരിക്കുന്നതിനൊക്കെ എന്നാലും മാക്സിമം ഭയങ്കരമായിട്ട് പിരിവും കാര്യങ്ങളൊക്കെ എല്ലാവരും ചെയ്യുന്നുണ്ട് കേട്ടോ. ബസ്സുകാർ ഓടുന്നുണ്ട്, 2 ബസ് ഇപ്പം ഓടി, ഇങ്ങനെ സഹായത്തിലേക്ക് ഓടി. അപ്പോൾ 1-2 പൈസയൊന്നും പോരല്ലോ, 50 ലക്ഷത്തിന് മുകളിൽ വേണം. അപ്പോൾ സമാഹരിക്കുന്നതിൻ്റെ ഒരു പരിധി ഉണ്ട്. ഇന്നലെ വൈകുന്നേരമാണ് വീഡിയോ പുറത്തുവിട്ടത്. മാക്സിമം വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ആയാൽ മാത്രമേ ബാക്കിയുള്ള പൈസ കണ്ടെത്താൻ പറ്റുള്ളൂ. അതാണ് ഡോക്ടർ പറഞ്ഞത്, എത്രയും പെട്ടെന്ന് ലിവറിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുക. അവർക്ക് സർജറി ഒന്നും ഭയങ്കര ഡിഫിക്കൽട്ടാണ്, കാരണം കിഡ്നി ഇല്ലാത്തതുകൊണ്ട് പിന്നെ മെഡിസിനൊക്കെ എടുക്കുന്നതിലൊക്കെ ഭയങ്കര പ്രശ്നങ്ങളാണ്, സീരിയസ് ആണ്. ഇപ്പോൾ നീര് കുത്തിയെടുത്തോണ്ടൊക്കെ ഇപ്പോൾ വീട്ടിൽ വന്നിടത്തുനിന്നാണ് ഇക്രന്ന് വീട്ടിൽ വന്നു. അപ്പോൾ മൈത്രയിൽ പോയിട്ട് അവിടെ കുറച്ച് നീരൊക്കെ കുത്തിയെടുത്തിട്ട് പിന്നെ വീട്ടിൽ വന്നിരുന്നത്. പക്ഷെ പിന്നെയും അധികമായി, ശ്വാസമില്ലാതായി, ബോധമില്ലാതായപ്പോൾ ഈ ലെൻസിലൊക്കെ കംപ്ലൈൻറ്റ് വരുമല്ലോ, നീര് കയറുമ്പോൾ വയറിങ്ങോട്ട് വീർക്കുമ്പോൾ ലെൻസിന് കംപ്ലൈൻ്റ് ആയി, ബോധമൊന്നും ഇല്ലാതെ കണ്ണുറക്കാതായി പോവുക, അങ്ങനത്തെ പ്രശ്നമൊക്കെ വന്നപ്പോൾ പിന്നെയും മൈത്രയ്ക്ക് തന്നെ കൊണ്ടുപോയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് സർജറി വേണമെന്നാണ് പറയുന്നത്. ഇനിമേ പഠിച്ചവൻ ആർക്കും അസുഖങ്ങളൊന്നും തരാണ്ടിരിക്കട്ടെ. എന്തുണ്ടായിട്ടും കാര്യമില്ല, എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ തീർന്നു. പറ്റുന്ന എല്ലാവരും സുരേഷ് ബാബുവിനെ സഹായിക്കണം. കാരണം ആ കുടുംബത്തെ മൊത്തം, സുരേഷ് ബാബുവിന്റെ കുടുംബത്തെ മൊത്തം പെങ്ങന്മാരെ കെട്ടിച്ചയക്കുക, അതുപോലെ തന്നെ വീട്ടിലെല്ലാ പരിപാടികളും കാശിന് ആവശ്യമുള്ള സമയത്തെല്ലാം കുടുംബത്തിന് താങ്ങും തണലുമായി നിന്നിട്ടുള്ള ഈ ഒരു സുരേഷിനെ ഇപ്പോൾ സത്യം പറഞ്ഞാൽ സഹായിക്കാൻ ആരുമില്ല എന്നുള്ളൊരു സിറ്റുവേഷനാണ്. വീട്ടിലുള്ളവർക്കൊന്നും സഹായിക്കാൻ പറ്റിയ സിറ്റുവേഷൻ അല്ല. കാരണം കൂടപ്പിറപ്പുകൾക്കൊന്നും അത്ര വലിയ ശമ്പളമുള്ള ജോലി ചെയ്യുന്നവരൊന്നുമല്ല, എല്ലാവരും കൂലിപ്പണിക്കാരാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഭയങ്കര പ്രയാസത്തിലാണ് കുടുംബം, ഞെരുക്കത്തിലാണ്. അപ്പം നമ്മളെപ്പോലെയുള്ള മനുഷ്യന്മാർ, ഉദാര മനസ്കർക്ക് മാത്രമേ ഇദ്ദേഹത്തെ രക്ഷിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ അഡ്വക്കേറ്റ് ഷമീറിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആ വീഡിയോക്കകത്ത് പോയിട്ട് നിങ്ങൾ അതിനകത്തുള്ള അക്കൗണ്ടിലേക്ക് നിങ്ങൾ കാശ് ട്രാൻസ്ഫർ ചെയ്യുക. നിങ്ങൾ കൊണ്ട് പറ്റുന്നത് എത്രയാണ്, ഒരു 10 രൂപയാണെങ്കിൽ 10 രൂപ നിങ്ങൾ അയച്ചു കൊടുക്കുക. അങ്ങനെ 10 പേര് അയച്ചാൽ 100 രൂപയായല്ലോ. അങ്ങനെ നിങ്ങൾ അയച്ചു കൊടുത്ത് നിങ്ങളെ കൊണ്ട് പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അയച്ചു കൊടുത്തിട്ട് ആ ഒരു മനുഷ്യനെ സഹായിക്കണം. വലിയ പ്രായമൊന്നും ആവാത്ത ചെറിയ മക്കളുള്ള ആളാണ്, ജീവിച്ച് കൊതി തീർന്നിട്ടില്ല. എൻ്റെ മുന്നിലേക്ക് ഒരു നാണയത്തുട്ടെങ്കിലും നിങ്ങൾ ഇടൂ എന്ന് പറഞ്ഞിട്ടാണ് മനുഷ്യൻ കരയുന്നത്. ഒരു മനുഷ്യൻ അങ്ങനെ അഭിമാനമില്ലാതെ കരയണമെന്നുണ്ടെങ്കിൽ അത് അത്രത്തോളം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആ വിഷമമുണ്ട്, ജീവിക്കാൻ അത്രത്തോളം ആഗ്രഹമുണ്ട് എന്നുള്ളത്. അപ്പം അദ്ദേഹത്തിൻ്റെ ജീവിക്കാനുള്ള ഒരു ആഗ്രഹത്തിന് നമ്മൾക്ക് 1 രൂപയെങ്കിലും കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു പുണ്യമായിരിക്കും. അപ്പോൾ ആ ഒരു പുണ്യം ചെയ്യാനാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ താഴെ ഞാൻ അഡ്വക്കേറ്റ് ഷമീറിൻ്റെ വീഡിയോയിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ആ ലിങ്കിൽ പോയിട്ട് ആ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളത് ഷെയർ ചെയ്യുക. ലൈക്കും കമൻറ്റും ചെയ്യാൻ പറയുന്നത് ആ വീഡിയോക്കകത്ത് എൻഗേജ്മെൻറ്റ് വന്നാൽ മാത്രമേ അത് കൂടുതൽ ആളുകളിലേക്ക് അത് റെഫർ ചെയ്ത് പോവുകയുള്ളൂ. അപ്പം അങ്ങനെയൊക്കെ ചെയ്തിട്ട്
എങ്ങനെയെങ്കിലും ഒരുപാട് ആളുകളിലേക്ക് എത്തിച്ചിട്ട് അത് എങ്ങനെയെങ്കിലും നമുക്ക് നമ്മുടെ സുരേഷ് ബാബുവിനെ സഹായിക്കണം. നമുക്കറിയാം അബ്ദുൾ റഹീമിനെ അതുപോലെ തന്നെ ഒരുപാട് പേരെയൊക്കെ സഹായിച്ച ചരിത്രമുള്ള ഈ കേരള ജനതയ്ക്ക് ഇതും വളരെ പുഷ്പം പോലെ 50 ലക്ഷം നമുക്ക് എത്തിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും സഹായിക്കണമെന്ന് ഒന്നുകൂടെ അഭ്യർത്ഥിച്ചുകൊണ്ട് ലെറ്റ് മീ വൈൻഡ് അപ്പ് ദ വീഡിയോ. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ അഡ്വക്കേറ്റ് ഷമീറിൻ്റെ വീഡിയോക്കകത്ത് പോയിട്ട് കാശ് അയച്ചു കൊടുക്കാനും മറക്കരുത്. സോ ലെറ്റ്സ് സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.